ഇവിടെ നോക്കിയാൽ മതി, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു ഡോർ പോലും ഇല്ല, ഫുള്ളി ഓപ്പൺ തന്നെ പറയാം. ഒരു തരത്തിലും കിച്ചണിന് ഡോറില്ല, അതായത് പുറത്തേക്ക് പോകാനും ഇല്ല, കിച്ചണിന് വീടിന്റെ ബാക്കി ഭാഗത്തേക്ക് പോകാനില്ല. പിന്നെ നമ്മൾ സ്റ്റോർ റൂം അങ്ങനത്തെ ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല. ഞാന് ഐലൻഡ് കിച്ചൺ വേണം എന്ന് പറഞ്ഞപ്പോ, അല്ലെങ്കിൽ നമ്മൾ വീടിന്റെ പ്ലാൻ എടുക്കുമ്പോ മൂപ്പര് പറഞ്ഞ സ്റ്റോർ റൂം നമുക്ക് വേണ്ടല്ലോ, അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു സ്റ്റോർ റൂം എന്തായാലും വേണ്ടേ, നമുക്ക് കുറെ സ്റ്റോറേജ് വേണ്ടേ. പക്ഷെ ഐലൻഡ് കിച്ചണില് നമുക്ക് കുറെ സ്റ്റോറേജ് കിട്ടി. ഈ സൈഡിലും ആ സൈഡിലൊക്കെ കുറെ സ്റ്റോറേജ് ഉള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ നമ്മൾ രണ്ടാളല്ലേ ഉള്ളൂ, അത്ര കുറെ പാത്രങ്ങളൊന്നും എടുത്ത് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യില്ല. എന്നാലും ഒരുവിധം ഒരു കിച്ചണിൽ അത്യാവശ്യം പാത്രങ്ങൾ വേണ്ടേ, അതൊക്കെ എടുക്കലുണ്ട്. അത് ആൾക്കാർ അതും പറഞ്ഞ് കൺസേൺ ആവലുണ്ട്, ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് കാണുക എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കും പാത്രങ്ങളല്ലേ, പാത്രങ്ങൾ കണ്ട് എന്താ വരാൻ പോണത്. എല്ലാവർക്കും അതൊരു കൺസേൺ, പാത്രങ്ങൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ പുറത്തിരിക്കുക പറഞ്ഞാൽ. ഞങ്ങൾക്ക് രണ്ടാൾക്കും കുഴപ്പമില്ല, അത്രയല്ലേ വേണ്ടുള്ളൂ. പിന്നെ പുറത്തുനിന്ന് എന്തെങ്കിലും ഒരാൾ വന്ന് ഒരു കമന്റ് ഇടുന്നതിന് ഞങ്ങളത് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് ആണ് അത്, ഓരോരുത്തരുടെ ചിന്താഗതികളാണ് എങ്ങനെ വേണം. ഒരു കിച്ചൺ ആവുമ്പോൾ എന്തായാലും അത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വൃത്തികേടാവും, അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. അത് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെയുള്ള ഒരു വഴി ക്ലോസ്ഡ് ആയിട്ടുള്ള കിച്ചൺ ഉണ്ടാക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ചിക്കന്റെ മണം വരുന്നോണ്ട് കിച്ചണും ചിക്കനും കൂടി മാറിപ്പോകുന്നതാണ്. നമ്മൾ അതായത് ഈ ഒരു ഇത് നമ്മൾ ആകെ ഇഗ്നോർ ചെയ്തു. അതായത് കുറച്ച് വൃത്തികേടൊക്കെ അതൊക്കെ കുക്കിംഗ് സമയത്ത് കുറച്ച് വൃത്തികേടൊക്കെ ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ടും എല്ലാം മിനിമലൈസ്ഡ് ആയിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ വേണ്ടത് മാത്രം എടുത്ത് പുറത്തിടുക. അപ്പോൾ അത് ആ ഒരു സമയത്ത് എന്തായാലും ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ കുക്കിംഗ് കഴിഞ്ഞ് നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയി. പിന്നെ പ്രത്യേകിച്ച് വൃത്തികേടൊന്നും ഉണ്ടാവില്ല. പിന്നെ ക്ലീൻ ചെയ്യാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഒരു ടേബിൾ തുടച്ച് വൃത്തിയാക്കുന്ന ആ ഒരു ഇതിൽ നമുക്കത് ക്ലീനിങ് കംപ്ലീറ്റ് ആകാം. അതൊക്കെ ഒരു പ്രധാന അഡ്വാൻറ്റേജസ് ആയിട്ട് നമ്മൾ പറയുന്നു. എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. അതിപ്പോ കിച്ചന്റെ കാര്യത്തിലല്ല കേട്ടോ, എല്ലാം നമ്മുടെ ഈ വീട് മൊത്തം നോക്കിയാൽ എല്ലാം മിനിമലിസ്റ്റിക് ആയിരിക്കും. ഒന്നും അങ്ങനെ കണ്ണിനെ കുളിർമയേകുന്നത് എന്നൊന്നും പറയാനില്ല. ഞങ്ങളുടെ വീട് കുളിർമയേകുന്നതാവും, പക്ഷെ എല്ലാം മിനിമലിസ്റ്റിക്, ഒന്നും ഓവറായി കുറെ ആർഭാടങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല, എല്ലാം സിമ്പിൾ ആയിരിക്കും. അതായത് നമുക്ക് എന്താണോ ആവശ്യം അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമ്മള് ഓക്കെ ഇവിടെ ഈ ഒരു സാധനം ഇവിടെ വെറുതെ ഇരുന്നോട്ടെ എന്നുള്ള രീതിയിൽ നമ്മളൊരു ഡിസ്പ്ലേ എലമെന്റോ അങ്ങനെയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. കുറെ ലൈറ്റോ, കുറെ ഇന്റീരിയർ, കുറെ സീലിംഗ് ഒക്കെ, കുറെ സീലിംഗ് വർക്ക്സ് ഒക്കെ ചെയ്യല്ലോ. ഇപ്പൊ ഒരു വിധം അത് മോശമാണെന്നല്ല കേട്ടോ നമ്മൾ പറയുന്നത്, ഞങ്ങൾക്ക് അതിനോട് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്തില്ല. താല്പര്യമില്ല എന്നല്ല, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം കൂടി കഴിയുമ്പോഴേക്കും ബഡ്ജറ്റ് കയ്യിൽ നിന്ന് പോകും.